ഡേ 6 ഇന്നത്തെ പരിപാടിയെല്ലാം തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് ഡേ 5 ഒന്ന് ബ്രഷ് അപ്പ് ചെയ്തിട്ട് തുടങ്ങാം. അല്ലെങ്കിൽ വേണ്ട. വെൽക്കം ബാക്ക് ടു ഷോ ദാറ്റ് നെവർ എൻഡ്സ്. യു വാച്ചിങ് BBCM ബാങ്ക് ബോൺ കൺഫ്യൂസ്ഡ് മെൻഡു. അപ്പോൾ ഇന്നത്തെ ദിവസത്തെ വീഡിയോയിൽ നമുക്ക് കീറ്റോ ഡയറ്റിൽ എന്തൊക്കെ മിത്ത് ഉണ്ടെന്ന് അറിയാൻ പോണം. അങ്ങനെയാണെങ്കിൽ എനിക്ക് കുറച്ച് കാര്യം ചോദിക്കാനുണ്ട്. നീ എപ്പോൾ വന്നടാ? ഞാൻ ഇപ്പോൾ വന്നേള്. എന്നാൽ ചോദിച്ചോ, എന്തൊക്കെ അറിയണ്ട? ഇവിടെ നമുക്ക് തോന്നുമ്പോൾ കീറ്റോ ചെയ്യാനും നിർത്താനും പറ്റുമോ? നിനക്ക് ഇഷ്ടമുള്ളപ്പോൾ കീറ്റോ തുടങ്ങാൻ പറ്റും, എന്നാൽ നിർത്താൻ പാടില്ല. അതെന്ന് വെച്ചാൽ നമുക്ക് 7 ദിവസം എടുക്കും. 4 തുടങ്ങി 7 ദിവസം എടുക്കും കീറ്റോസിസ് അച്ചീവ് ചെയ്യാൻ. നീ 8ാമത്തെ ദിവസം ഒരു ബൂസ്റ്റ് കുടിക്ക് കുടിച്ചാൽ അവിടെ തീർന്നു നിൻ്റെ കീറ്റോ. അതെന്താ? അതെന്ന് വെച്ചാൽ നമ്മൾ ലാസ്റ്റ് 1 വീക്കായിട്ട് നമ്മുടെ ബോഡീനെ ഫാറ്റ് മാത്രം ബേൺ ചെയ്യാനാണ് ട്രെയിൻ ചെയ്തിട്ടിരിക്കുന്നത്. അപ്പം നീ ഈ കുലുക്കി കുടിച്ച് ഗ്ലൂക്കോസ് മേത്തോട്ട് കയറ്റുമ്പോൾ നമ്മുടെ ബോഡി ആ ഫാറ്റ് ബേണിങ് അവിടെ നിർത്തിയിട്ട് ഗ്ലൂക്കോസിൽ നിന്ന് എനർജി എടുക്കാൻ തുടങ്ങും. അപ്പോൾ ഇപ്പോൾ ഞാൻ കീറ്റോസിസിൽ നിന്ന് ഔട്ടായാൽ എനിക്ക് എത്ര ദിവസം എടുക്കും തിരിച്ചും കീറ്റോസിസിലോട്ടാകാൻ? ഒരു 2 തുടങ്ങി 3 ദിവസം എടുക്കുകയുള്ളൂ, മാക്സ് ടു മാക്സ്. അപ്പോൾ നിനക്കൊരു ബൂസ്റ്റ് കുലുക്കി എടുക്കട്ടെ. പിന്നെ കീറ്റോയിൽ ഫ്രൂട്ട്സും വെജിറ്റബിളും കഴിക്കാൻ പാടില്ലെന്ന് കേട്ടിട്ടുണ്ടല്ലോ, ഉള്ളതാണ്. നീ എൻ്റെ 5ാമത്തെ ദിവസത്തെ വീഡിയോ കണ്ടില്ലല്ലേ? എങ്ങനെ മനസ്സിലായി? അതിൽ ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് എന്ത് ഫ്രൂട്ട്സ് കഴിക്കുക, എന്ത് മീറ്റ് കഴിക്കുക, അതെല്ലാം സിമ്പിളായിട്ട് പിൻ ടു പിൻ ഞാൻ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതെൻ്റെ ഐ ബട്ടണിലും എൻ കാർഡിലും കൊടുത്തേക്കാം, കയറി ചെക്കൗട്ട് ചെയ്യാൻ മറക്കണ്ട. എന്നാലും ഞാൻ ഒന്ന് ബ്രഷ് അപ്പ് ചെയ്തേക്കാം. നമുക്ക് കീറ്റോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫ്രൂട്ട്സും ഉണ്ട്, വെജിറ്റബിൾസും ഉണ്ട്. അല്ലാണ്ട് കഴിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ചേന, ചേമ്പ്, കപ്പ, ഇമാതിരി സാധനങ്ങൾ, സവാള. എടാ നിന്ന് നീ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഓണിയനും തക്കാളി ഇമാതിരി സംഭവങ്ങളൊക്കെ നീ യൂസ് ചെയ്ത് കണ്ടിട്ടുണ്ടല്ലോ. അതിൻ്റെ കാര്യം എന്താണ്? എക്സാക്ട്ലി എൻ്റെ 50 grams നെറ്റ് കാർബ്സിനുള്ളിലാണ് ഞാൻ ഇതെല്ലാം കൺസ്യൂം ചെയ്യണം. ആൻഡ് ഞാൻ കീറ്റോസിസിലാണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് നല്ല ബീഫ് റോസ്റ്റും പിന്നെ KFC നല്ല കെച്ചപ്പും മയോ ഒക്കെ ഇട്ട് തിന്നാൻ പറ്റുമോ? എനിക്കിഷ്ടമുള്ളത്രയും. നീ പറഞ്ഞത് നല്ല വെളിച്ചെണ്ണയിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് നമ്മുടെ ബീഫ് ഇട്ട് വരട്ടിയെടുത്ത് അതിൽ സവാളയും തക്കാളിയൊക്കെ നല്ലോണം ഇട്ട് അതിൽ കുനാന്ന് പറഞ്ഞാൽ എന്താണ് തേങ്ങക്കൊത്തൊക്കെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് ഇട്ടിട്ട് അതിൻ്റെ പുറത്ത് ഇത്തിരി കറിവേപ്പിലും കുരുമുളക് ഇങ്ങനെ തൂക്കിയിട്ട് വരട്ടിയെടുത്ത് അതെടുത്ത് ഇങ്ങനെ വായി വെച്ച് തിന്നണ കാര്യമല്ലേ നീ പറഞ്ഞ? അത് തന്നെ, അത് തിന്നാൻ പാടില്ല. അപ്പം കീറ്റോസിസ് നിന്ന് ഔട്ടാകും. പിന്നെ KFCയുടെ കാര്യം. KFC തിന്നാൻ പാടില്ല, ടോട്ടലി കാപ്സാണ്. മൈദയിലും കോൺഫ്ലവറിലൊക്കെ മുക്കിയാണ് ആ സംഭവം പൊരിച്ചെടുക്കണം. ഈ ഡയറ്റിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്താണ്? നമ്മൾ ഫാറ്റ് മാത്രം തിന്നുക, ഫാറ്റ് മാത്രം ബേൺ ചെയ്യുക. യെസ്. എടാ സ്നാക്സ് ആയിട്ട് അറ്റ്ലീസ്റ്റ് സോസേജ് എങ്കിലും ഞാൻ തിന്നാമോ? എടാ സോസേജ് കഴിക്കണ്ട, അത് പ്രോസസ്ഡ് മീറ്റാണ്. പിന്നെ നിനക്ക് ഒരു ദിവസത്തേക്ക് 2 സോസേജ് മാത്രം മതിയെങ്കിൽ നീ കഴിച്ചോ. ശരി, പിന്നെ അതിൽ നിൻ്റെ കാപ്സ് റിക്വയർമെൻറ്റ് എല്ലാം കംപ്ലീറ്റ് ആകും. അത് കാരണം സോസേജ് ഞാൻ അവോയ്ഡ് ചെയ്യാൻ, പ്രോസസ്ഡ് മീറ്റ് കാര്യങ്ങളൊക്കെ ഞാൻ അവോയ്ഡ് ചെയ്യാനേ പറയുള്ളൂ. നിനക്ക് ഈ കീറ്റോസിസിൽ നിന്ന് ഔട്ടാകണമല്ലാണ്ട് വേറെ ഒന്നും ചോദിക്കണില്ലേ? എടാ അങ്ങനെയാണെങ്കിൽ ഞാൻ കേട്ടിട്ടുള്ളത് ഫസ്റ്റ് വീക്കിലി കുറയുന്ന അത്രയും വെയിറ്റ് നമ്മുടെ 2nd, 3rd, 4th വീക്കിലി കീറ്റോ ചെയ്യുമ്പോൾ കുറയാറില്ലെന്ന് കേട്ടിട്ടുണ്ട്. അത് എത്ര % ഉള്ളതാണ്? ആസ് ഐ ടോൾഡ്, നമുക്ക് 4 തുടങ്ങി 7 ദിവസം എടുക്കും കീറ്റോസിസ് അച്ചീവ് ചെയ്യാൻ. അതിൽ ആദ്യത്തെ 4 ദിവസത്തിൽ തന്നെ ടോട്ടലായിട്ട് നമ്മൾ കാർബ്സ് ടോട്ടൽ കട്ട് ചെയ്തിട്ടുണ്ടാകും. 1 gram കാർബിൽ 3 gram വെള്ളം ഹോൾഡ് ചെയ്യും. അപ്പോൾ 4 ദിവസത്തിനുള്ളിൽ തന്നെ നമ്മൾ കാർബ് ടോട്ടലായിട്ട് കട്ട് ചെയ്ത് കാരണം നമ്മുടെ ബോഡിക്ക് ഇനി വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കാൻ സ്ഥലമില്ല. അപ്പോൾ ഒരു 7ാമത്തെ ദിവസം നമ്മൾ വെയിറ്റ് നോക്കുമ്പോൾ നമ്മൾ നല്ലോണം വെയിറ്റ് കുറഞ്ഞായിട്ട് കാണും. പിന്നെ 2ാമത്തെ ആഴ്ച, 3ാമത്തെ ആഴ്ച, 4ാമത്തെ ആഴ്ച നല്ലൊരു വെയിറ്റ് ലോസ് വേണമെങ്കിൽ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങും പിന്നെ ഫാസ്റ്റഡ് എക്സസൈസ് ഒക്കെ ചെയ്താൽ മതി. അതറിയണമെങ്കിൽ എൻ്റെ 2ാമത്തെ ദിവസത്തെ വീഡിയോ കാണാൻ, അതിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഇതെങ്ങനെ ചെയ്യണം എന്നുള്ളത്. ഓക്കെ എടാ, അറ്റ്ലീസ്റ്റ് പ്രോട്ടീൻ എങ്കിലും എൻ്റെ ഇഷ്ടത്തിന് കഴിക്കാമോ? ഓക്കെ, പ്രോട്ടീൻ നീ കഴിച്ചോ? എടാ ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ നീ പ്രോട്ടീൻ കഴിക്കരുതെന്ന്. നീ പ്രോട്ടീൻ കഴിച്ചോ? എന്നാൽ ആദ്യം നീ പ്രോട്ടീൻ എന്താണെന്ന് പറ. എനിക്കറിഞ്ഞൂടാ, പറഞ്ഞോ. പ്രോട്ടീൻ എന്ന് വെച്ചാൽ ഒരു ഗ്രൂപ്പ് ഓഫ് അമിനോ ആസിഡാണ്. അത് നമ്മുടെ ബോഡിയിൽ ഡേ ടു ഡേ റിക്വയർമെൻറ്റിനേക്കാളും കൂടുതൽ കഴിഞ്ഞാൽ അത് നമുക്ക് പണിയാകും. നമ്മുടെ ബോഡിക്ക് ഡേ ടു ഡേ, നിൻ്റെയും എൻ്റെയും എല്ലാവരുടെയും ബോഡിക്ക് ഡേ ടു ഡേ പ്രോട്ടീൻ എന്തോരം ഗ്രാംസ് എടുക്കണമെന്നുള്ളത് എൻ്റെ ഡേ 4 ഞാൻ ക്ലീനായിട്ട് കാൽക്കുലേറ്റ് ചെയ്യണ മെത്തേഡ് പറഞ്ഞിട്ടുണ്ട്. അതും ചെക്കൗട്ട് ചെയ്യും. അപ്പോൾ അത് ആ ഒരു ലിമിറ്റിനേക്കാളും കൂടുതൽ നമ്മൾ പ്രോട്ടീൻ കൺസ്യൂം ചെയ്യണമെങ്കിൽ നമ്മുടെ ബോഡി എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അത് നമ്മുടെ അമിനോ ആസിഡ്സിനെ ഗ്ലൂക്കോസായിട്ട് കൺവേർട്ട് ചെയ്യും. ആ ഒരു പരിപാടിക്കൊരു പേരുണ്ട്, എന്താണെന്നറിയാമോ? ഗ്ലൂക്കോനിയോജനസിസ്. നിയോജനസിസ്. ഗ്ലൂക്കോ എന്ന് വെച്ചാൽ ഗ്ലൂക്കോസ്, നിയോ എന്ന് വെച്ചാൽ പുതിയത്, ജനസിസ് എന്ന് വെച്ചാൽ ഉണ്ടാക്കുന്നത്. എന്ന് വെച്ചാൽ പുതിയ കണ്ടൻറ്റിൽ നിന്ന് ഗ്ലൂക്കോസ് ഉണ്ടാക്കണം. സിമ്പിൾ അല്ലേ? എടാ അങ്ങനെയാണെങ്കിൽ നിനക്ക് ഇത്രയൊക്കെ തന്നെ കൂടുതലാണ്. ആരാണ്? ഞാൻ പുതിയ സബ്സ്ക്രൈബറാണ്.
കയറിപ്പോരി ഇനി എന്നെ സർപ്രൈസ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. പിന്നെ 7ാമത്തെ ദിവസത്തെ വീഡിയോയിൽ എന്തോരം വെയിറ്റ് ഞാൻ കുറഞ്ഞിട്ടുണ്ട്, ഈ ദിവസത്തിലോട്ടായോ ഇല്ലേ എന്നുള്ള ഫൈനലൈസേഷനും കാര്യങ്ങളൊക്കെ ഞാൻ 7ാമത്തെ ദിവസം പറഞ്ഞുതരാം. നിങ്ങളെപ്പോലെ തന്നെ ഞാനും എക്സൈറ്റഡ് ആണ്. സോ ആസ് ഐ ഓൾവേസ് സേ, സ്റ്റേ ട്യൂൺഡ് ആൻഡ് സീ യു സൂൺ. ബൈ.